സഭയുടെ ഒരു പരിച്ഛേദമാണ് അണിനിരന്നിരിക്കുന്നത്. നമ്മുടെ സഭയുടെ അധ്യക്ഷൻ അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവും നമ്മുടെ സമുദായത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് കൊച്ചുവളമ്പിൽ സാറും ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരുൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെയുള്ള നമ്മുടെ സഭയുടെ നമ്മുടെ സമുദായത്തിന്റെ സമ്മേളനമാണ് കണ്ണൂരിന്റെ ഐതിഹാസികമായ ഈ മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1953 അഭിമന്യമാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി എന്നൊരു അതിരൂപത പിറന്നു വന്നപ്പോൾ, അന്ന് രൂപതയായിരുന്നു, ഇന്ന് 5ഓളം രൂപതകളായി അത് വളർന്ന് അതിരൂപതയായി നിൽക്കുമ്പോൾ ഒരു ജനത്തിന്റെ ചരിത്രമാണ് ഇവിടെ നമ്മൾ സ്മരിക്കേണ്ടത്. മലമ്പാമ്പിനോടും മലമ്പനിയോടും പടപൊരുതി ജീവിച്ച ധീരരായ സിറോ മലബാർ സമുദായ അംഗങ്ങളുടെ ചരിത്രമാണ് ഇന്ന് ഈ സമുദായം പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ മക്കളാണ് നമ്മള്. പാലായിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കുടിയേറിയവരാണെങ്കിലും പുതിയ തലമുറ എന്നെ പോലെയുള്ളവര് ഈ മലബാറിന്റെ മണ്ണിൽ പിറന്നു വീണവരാണ്. നമ്മുടെ ചോരയിൽ നീരും ഈ മലബാറിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ കുടിയേറ്റ ജനതയെ കയ്യേറ്റക്കാരെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയുന്നത്, ഈ നാട്ടിലെ എല്ലാ അവകാശങ്ങളുമുള്ള പൗരന്മാരാണ് ഞങ്ങൾ എന്നുള്ളതാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ ആർക്കും ധ്വംസിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിലൂടെ ഈ നാടിനുണ്ടായ പുരോഗതി, പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക കോൺഗ്രസ് സിറോ മലബാർ സമുദായത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്, ഇവിടെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ളത്, ഇവിടെ മുന്നോട്ടിറങ്ങി വന്നിട്ടുള്ളത്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം നേടുന്ന പാവപ്പെട്ട മനുഷ്യന്റെ അവകാശങ്ങള്, അവർക്ക് അനീതി ഉണ്ടായപ്പോൾ, അവരുടെ അവകാശങ്ങൾ ഗവൺമെന്റുകളെ നിഷേധിച്ചപ്പോൾ അവർക്ക് വേണ്ടി മുന്നോട്ടിറങ്ങിയത് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളാണ്, അഭിമന്യ പിതാക്കന്മാരാണ്. കാട്ടാനയുടെ, പുലിയുടെ, കടുവയുടെ ആക്രമണത്തിൽ ഇവിടുത്തെ കത്തോലിക്കൻ മാത്രമല്ല മുസ്ലിമും ഹൈന്ദവനും മറ്റു വിഭാഗത്തിൽപ്പെട്ടവനും മരിച്ചു വീണപ്പോൾ ഗവൺമെന്റിന് നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു, അതിർത്തിയിടണം, ഇതിനതിര് വരുത്തണം, മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ശേഷം പ്രസംഗിക്കാനുള്ളവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക്